ADGP MR അജിത് കുമാറിന് ഇന്ന് നിർണായക ദിനം. PV അൻവർ ഉന്നയിച്ചതടക്കം അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ DGP ഇന്ന് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറും. തൃശൂർ പൂരം കലക്കലിൽ തുടരന്വേഷണ കാര്യത്തിലും തീരുമാനം ഉണ്ടാകും. 2 അന്വേഷണങ്ങൾക്കാണ് സാധ്യത. തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി അറിയിക്കും. നാളെ നിയമസഭ ചേരും മുൻപ് ADGPയെ മാറ്റാനാണ് സർക്കാർ നീക്കം. ADGP വിവാദം തുടരുന്നതിനിടെ CPI നിർവാഹക സമിതി യോഗം ഇന്നലെ CPM നേതാക്കളുമായി ബിനോയ് വിശ്വം നടത്തിയ ചർച്ചയിലും അനുകൂല പ്രതികരണം ഉണ്ടായില്ല. നിർവാഹക സമിതിയിൽ മുഖം രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ബിനോയ് വിശ്വം ഇന്നലെ രാത്രി മുഖ്യമന്ത്രിയെയും MV ഗോവിന്ദനെയും കണ്ടത്. അജിത് കുമാറിനെതിരെ നടപടി വൈകുന്നതിൽ രൂക്ഷ വിമർശനം എക്സിക്യൂട്ടീവിൽ ഉയരും. ദ ഹിന്ദു പത്രത്തിന് മുഖ്യമന്ത്രി നൽകിയ അഭിമുഖത്തെ തുടർന്നുണ്ടായ വിവാദവും ചർച്ചയ്ക്ക് വരും. മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന് PR ഏജൻസിയെ ഉപയോഗിച്ചുവെന്ന വിവാദങ്ങൾക്കിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന്. മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങളാണ് അഭിമുഖത്തിൽ ഉൾപ്പെടുത്തിയതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. PR ഏജൻസി പറഞ്ഞ കാര്യമാണ് മലപ്പുറവുമായി ബന്ധപ്പെട്ട വിവാദവാചകങ്ങൾ ഉൾപ്പെടുത്തിയതെന്ന് ദ ഹിന്ദു പത്രവും പറഞ്ഞു. ഇതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും CPM നേതൃത്വവും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഇക്കാര്യം ഇന്നത്തെ യോഗം ചർച്ച ചെയ്യും. മന്ത്രിമാറ്റ ചർച്ചയുമായി ബന്ധപ്പെട്ട് NCP നേതാക്കൾ ഇന്ന് മുഖ്യമന്ത്രിയെ കാണും. AK ശശീന്ദ്രനെ മാറ്റി തോമസ് K തോമസിനെ മന്ത്രിയാക്കണമെന്ന കേന്ദ്രത്തിന്റെ നിലപാട് മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്ന് PC ചാക്കോ. NCP മന്ത്രിയെ പിൻവലിച്ചാൽ പകരം മന്ത്രിയെ അനുവദിക്കണോ എന്ന് മുന്നണി തീരുമാനിക്കും എന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ NCP നേതാക്കളെ അറിയിച്ചിരുന്നത്. ഇന്നും അദ്ദേഹം ആ നിലപാട് ആവർത്തിച്ചാൽ ശശീന്ദ്രനെ മാറ്റാനുള്ള ചാക്കോ വിഭാഗത്തിന്റെ നീക്കം പ്രതിസന്ധിയിലാകും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജികളിൽ സംസ്ഥാന സർക്കാരും പ്രത്യേക അന്വേഷണ സംഘവും ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ മറുപടി നൽകും. സീൽ വെച്ച കവറിലാണ് സർക്കാരിന്റെയും SITയുടെയും സത്യവാങ്മൂലം. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദീഖിനെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം നീളുന്നു. ഇടക്കാല ജാമ്യം ലഭിച്ച സിദ്ദീഖ് അഭിഭാഷകനുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. നോട്ടീസ് ലഭിക്കും മുൻപ് അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകുന്നതിനെക്കുറിച്ചും ആലോചിക്കുന്നുണ്ടെന്നും സൂചന. ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് സംവിധായകൻ B ഉണ്ണികൃഷ്ണനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. വിനോദ മേഖലയിലെ ലൈംഗിക തൊഴിൽ ചൂഷണം തടയാനുള്ള നിയമനിർമ്മാണം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സംസ്ഥാന വനിതാ കമ്മീഷൻ ഹൈക്കോടതിക്ക് കൈമാറും. റിപ്പോർട്ടിൽ അതീവ ഗുരുതര കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പ്രഥമ ദൃഷ്ട്യാ വിശദീകരിക്കുന്നുണ്ടെന്ന് ഹൈക്കോടതി നിരീക്ഷണം. നെഹ്റു ട്രോഫി വള്ളംകളി ഫലനിർണയത്തിലെ തർക്കത്തിൽ അപ്പീൽ ജൂറിയുടെ യോഗം ഇന്ന്. കളക്ടർ പങ്കെടുക്കുന്ന യോഗത്തിൽ പരാതി സാങ്കേതികമായി പരിശോധിക്കും. പരാതിക്കാരായ ക്ലബ്ബുകളെയും ചുണ്ടൻവള്ള സമിതിക്കാരെയും കേൾക്കുന്ന സമിതി വിധികർത്താക്കളെയും വിളിച്ചു വരുത്തും. ഫൈനലിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സമിതി പരിശോധിക്കും. CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം മതാചാര പ്രകാരം സംസ്കരിക്കാൻ അനുമതി തേടി മകൾ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. മൃതദേഹം പഠനാവശ്യത്തിനായി ഏറ്റെടുക്കാനുള്ള കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ തീരുമാനം റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനും ആശുപത്രി സൂപ്രണ്ടിനുമെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടു. മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യു കൊല്ലപ്പെട്ട കേസിൽ പ്രാരംഭവാദം ഇന്ന് ആരംഭിക്കും. പോപ്പുലർ ഫ്രണ്ട്, ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ പ്രതികളായ 4 കേസുകളാണ് അഭിമന്യു വധവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 4 കേസുകളും ഒരുമിച്ച് വിചാരണ നടത്താനാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ തീരുമാനം. വിചാരണയ്ക്ക് മുന്നോടിയായുള്ള പ്രാരംഭവാദത്തിനാണ് ഇന്ന് തുടക്കമാകുക. 16 പ്രതികളാണ് 4 കേസുകളിലായി ഉള്ളത്. 2018 ജൂലൈ 2-നാണ് അഭിമന്യു കൊല്ലപ്പെട്ടത്. ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം. 6 പേർ കൊല്ലപ്പെട്ടു. ആശുപത്രിക്ക് മുകളിലും ബോംബ് വീണു. കൊല്ലപ്പെട്ടവരിൽ അമേരിക്കൻ പൗരനും. ഇതിനിടെ UN സെക്രട്ടറി ജനറലിന് ഇസ്രായേൽ വിലക്കേർപ്പെടുത്തി. അസ്വീകാര്യനായ നയതന്ത്രജ്ഞനായ ഗുട്രസ് രാജ്യത്ത് പ്രവേശിക്കരുതെന്നാണ് ഇസ്രായേൽ നിർദ്ദേശം.
മണിപ്പൂരിൽ 3 പേർ വെടിയേറ്റു മരിച്ചു. ഗാന്ധി ജയന്തി ദിനത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഒരു പോലീസുകാരനും കൊല്ലപ്പെട്ടു. നാഗാ ഗോത്രങ്ങളിലെ ഇരുവിഭാഗങ്ങളിലുള്ള തർക്കമാണ് വെടിവെപ്പിലെത്തിയത്. പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. വൈകിട്ട് 6 മണിക്ക് ശേഷം സ്ഥാനാർത്ഥികളുടെ ഇലക്ഷൻ ഏജന്റുമാർ അല്ലാതെ മറ്റ് പാർട്ടി പ്രവർത്തകർ മണ്ഡലത്തിൽ തുടരാൻ പാടില്ല. രാഷ്ട്രീയ പാർട്ടികൾ അവസാനഘട്ട ഒരുക്കത്തിലാണ്. കോൺഗ്രസ് മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ മുന്നിൽ നിർത്തുമ്പോൾ ബിജെപിയുടെ പ്രചാരണം ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് സുരക്ഷാ നടപടികൾ ശക്തമാക്കി. 225 അർദ്ധ സൈനിക വിഭാഗങ്ങളെയും 60,000 സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചതായി DGP അറിയിച്ചു. ന്യൂ ജില്ല ഉൾപ്പെടെ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ പ്രത്യേക മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒക്ടോബർ 5-നാണ് സംസ്ഥാനത്തെ 90 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മുൻ ബീഹാർ മുഖ്യമന്ത്രി ബ്രിജ് ബിഹാരി പ്രസാദ് കൊലക്കേസിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും. കേസിൽ മുൻ MP സൂരജ് ബൻ സിംഗിനെയും മറ്റ് 8 പേരെയും പട്ന ഹൈക്കോടതി കുറ്റവിമുക്തമാക്കിയിരുന്നു. ഇത് ചോദ്യം ചെയ്തുള്ള ഹർജികളാണ് സുപ്രീം കോടതി പരിഗണിക്കുക. 1998 ജൂൺ 13-നാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ നിന്ന് മടങ്ങുന്നതിനിടെ ബ്രിജ് ബിഹാരി പ്രസാദ് കൊല ചെയ്യപ്പെടുന്നത്. 2025-ലെ കുംഭമേളയ്ക്കായി 992 സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് ഇന്ത്യൻ റെയിൽവേ. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ പങ്കെടുക്കും. ജനുവരി 12-ന് ആരംഭിക്കുന്ന കുംഭമേളയിൽ ഏകദേശം 50 കോടി പേർ എത്തുമെന്നാണ് കണക്കാക്കുന്നത്. ട്രെയിൻ ഗതാഗതം സുഗമമായി നടക്കുന്നതിന് പ്രയാഗ്രാജ് ഡിവിഷനിലും പരിസര പ്രദേശത്തും റെയിൽവേ ട്രാക്ക് ഇരട്ടിക്കൽ ജോലികളും നടക്കുന്നുണ്ട്. ഹൈദരാബാദിൽ വൻ മയക്കുമരുന്ന് വേട്ട. 4 വ്യത്യസ്ത കേസുകളിൽ അന്തർ സംസ്ഥാന കള്ളക്കടത്ത് സംഘത്തിലെ 11 പേർ പിടിയിലായി. 30 ലക്ഷം രൂപ വില വരുന്ന മയക്കുമരുന്ന് സൗത്ത് വെസ്റ്റ് സോൺ കമ്മീഷണറുടെ നേതൃത്വത്തിലെ പ്രത്യേക ഫോഴ്സ് പിടിച്ചെടുത്തു. സോനം വാങ്ചുക്കിന്റെ ചലോ ഡൽഹി ക്ലൈമറ്റ് മാർച്ച് അവസാനിച്ചു. മണിക്കൂറുകളോളം നീണ്ട പ്രതിഷേധങ്ങൾക്കും അനിശ്ചിതങ്ങൾക്കും ഒടുവിലായിരുന്നു രാജ്ഘട്ടിൽ സമാപിച്ചത്. രാത്രി 10-ന് വാങ്ചുക്കും 150 പദയാത്രികരും ലഡാക്കിലെ വിദ്യാർത്ഥികളും പ്രതിഷേധക്കാരും രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തി. ടൊവിനോ തോമസിനെ നായകനാക്കി ജിതിൻ ലാൽ സംവിധാനം ചെയ്ത ARM 100 കോടി പിന്നിട്ട് ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടരുന്നു. ആഴ്ചകളായി കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് എല്ലാ ദിവസവും 1 കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കാൻ ARMനായി കഴിഞ്ഞ ദിവസം മാത്രം ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോ മുഖേന ബുക്ക് ചെയ്തത് ചിത്രവും ARM ആണ്. വിജയ് സേതുപതിയുടെ കരിയറിലെ ആദ്യത്തെ നിശബ്ദ ചിത്രം ഗാന്ധി ടോക്സ് റിലീസിനൊരുങ്ങുന്നു. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പ്രീമിയർ ചെയ്ത ചിത്രത്തിന് മികച്ച അഭിപ്രായമാണ് ലഭിച്ചിരുന്നത്. ചിത്രത്തിന്റെ മേക്കിംഗ് വീഡിയോ പുറത്തുവിട്ടുകൊണ്ടാണ് ചിത്രം റിലീസ് ഒരുങ്ങുന്നതായി വിജയ് സേതുപതി പ്രഖ്യാപിച്ചത്. AR റഹ്മാൻ സംഗീതം നൽകുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. കാനഡയിൽ ചിത്രീകരിച്ച മലയാള ചിത്രം എ ഫിലിം ബൈ OTT-യിൽ റിലീസ് ചെയ്തു. ശബരീഷ് ഉണ്ണികൃഷ്ണൻ, വിജയലക്ഷ്മിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. പുതുമുഖങ്ങൾ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രം മാജിക് മിസ്റ്റ് മീഡിയ OTT-യിലാണ് റിലീസ് ചെയ്തത്. നവാഗതരായ സഞ്ജയ് അജിത് ജോൺ, സുബിഷ സമ്പത് കുമാർ, ശ്രീകാന്ത് ശിവ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. രജനീകാന്തിനെ നായകനാക്കി TJ ജ്ഞാനവേൽ സംവിധാനം ചെയ്ത വേട്ടയന്റെ ട്രെയിലർ പുറത്ത്. മാസ് ആക്ഷൻ ത്രില്ലറായാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ഒക്ടോബർ 10-ന് ചിത്രം പ്രേക്ഷകരിലേക്കെത്തും. നവാഗതനായ ഷാജഹാൻ സംവിധാനം ചെയ്ത ജമീലാന്റെ പൂവൻ കോഴി പ്രേക്ഷകരിലേക്ക് എത്തുന്നു. ജമീല എന്ന കേന്ദ്ര കഥാപാത്രമായി ബിന്ദു പണിക്കരാണ് വേഷമിടുന്നത്. ചിത്രത്തിലെ 2 ഗാനങ്ങളും ടീസറും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു. മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരളയിലെ തിരുവനന്തപുരം കൊമ്പൻസ് മലപ്പുറം FC ആവേശക്കളി സമനിലയിൽ. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം
പങ്കുവെച്ച് പിരിഞ്ഞു. മലപ്പുറത്തിനായി അലക്സിസ് സാഞ്ചസും കൊമ്പൻസിനായി വൈഷ്ണവും സ്കോർ ചെയ്തു. ലീഗ് 5 റൗണ്ട് പൂർത്തിയായപ്പോൾ 6 പോയിന്റുള്ള കൊമ്പൻസ് 4-ാമതാണ് എത്തിയത്. പത്തനംതിട്ടയിലെ കായിക താരങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമായ ജില്ലാ സ്റ്റേഡിയം യാഥാർത്ഥ്യമാകുന്നു. 50 കോടി മുടക്കിയാണ് ജില്ലാ സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. അന്താരാഷ്ട്ര മത്സരങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങളാണ് സ്റ്റേഡിയത്തിൽ ഒരുക്കുന്നത്. 1.5 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കും. മുതിർന്നവരുടെ സദസ്സിൽ ഗാന്ധി സ്മൃതി പ്രഭാഷണം ചെയ്ത താരമായി ഇഫ അമൽ എന്ന 4-ാം ക്ലാസ്സുകാരി. വനിതാ സാഹിതി അട്ടപ്പാടി മേഖലാ കമ്മിറ്റി അഗളിയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഇഫ താരമായത്. യാതൊരു സഭാകമ്പമോ ഭയമോ ഇല്ലാതെ ഇഫ ഗാന്ധി സ്മൃതി പ്രഭാഷണം നടത്തിയത് ഏവരെയും ആകർഷിച്ചു.